എല്ലാവർക്കും നമസ്കാരം. ഷേക്സ്പിയർ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ പേരാണ് ദേവജാലിക. ആ ദേവജാലികയിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ടത് അതിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക എന്നതാണ്. ആ പ്രൊഫൈലിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് സേവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ഈ ദേവജാലികയിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മിക്ക ഉദ്യോഗാർത്ഥികൾക്കും പല മിസ്റ്റേക്കുകൾ, അവർ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസിൻ്റെ കാര്യത്തിൽ പല മിസ്റ്റേക്കുകളും സംഭവിക്കാറുണ്ട്. ഒന്നെങ്കിൽ സ്പെല്ലിംഗ് തെറ്റുക, അല്ലെങ്കിൽ സ്ഥാനം മാറിപ്പോവുക, അല്ലെങ്കിൽ സ്പേസിൻ്റെ ഒന്ന് തെറ്റിപ്പോവുക, കൃത്യമായി സ്പേസ് ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നാൽ എങ്ങനെയാണത് പരിഹരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന് രണ്ട് രീതിയിലാണ് ദേവജാലികയിൽ നമ്മുടെ പ്രൊഫൈലിലെ ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നമ്മളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ട ഒരു രീതിയാണ്. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ചില കറക്ഷനുകൾ വരുത്താനുണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് KDRയുടെ സൈറ്റിൽ കയറുക, അതിൻ്റെ ഡൗൺലോഡ് സെക്ഷനിലേക്ക് പോവുക. അവിടെ ഫോംസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അതിൽ നിന്ന് കറക്ഷൻ ഫോം എന്ന് പറയുന്ന ആ ഫോം ഡൗൺലോഡ് ചെയ്യുക. ആ കറക്ഷൻ ഫോമിൻ്റെ ഒരു മോഡൽ ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസിനെ പ്രൂവ് ചെയ്യുന്ന യഥാർത്ഥ ഡോക്യുമെൻറ്റുമായി KDRBയിൽ പോവുക. എന്നിട്ട് അവിടെ അത് കൊടുത്ത് അത് കറക്റ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ രീതി. അപ്പോൾ ആ ഒരു ഫോമിൻ്റെ ഒരു മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് യൂസർ ID, മൊബൈൽ നമ്പർ, നമ്മുടെ പ്രൊഫൈൽ ഉള്ള കൂട്ടുള്ള, അതായത് നമ്മൾ പ്രൊഫൈലിൽ കൊടുത്ത യൂസർ ID, മൊബൈൽ നമ്പറും അത് ആദ്യം ഫില്ല് ചെയ്യുക. രണ്ടാമത്തേതായിട്ട് നെയിം, ആസ് ഓൺ ദ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന പോലുള്ള നെയിം അവിടെ നമ്മൾ പൂരിപ്പിക്കുക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് അത് നമ്മൾ പൂരിപ്പിക്കുക. ഇനിയാണ് ഡേറ്റ ടു ബി കറക്റ്റഡ് ഓൺ പ്രൊഫൈലിൽ ഏത് ഡേറ്റയാണ് കറക്റ്റ് ചെയ്യാനുള്ളത് എന്ന് പറയുന്ന ഒരു കോളം. അതിനകത്ത് നമുക്കറിയാം, ആദ്യത്തെ കോളം സീരിയൽ നമ്പറാണ്, രണ്ടാമത്തെ പ്രൊഫൈൽ ഐറ്റമാണ്. ഇത് എക്സിസ്റ്റിംഗ് ഡേറ്റയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ പ്രൊഫൈലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡേറ്റ, അതാണ് എക്സിസ്റ്റിംഗ് ഡേറ്റ എന്ന് പറയുന്നത്. ആ ഡേറ്റയിൽ നമ്മൾ ഇപ്പം നെയിം ആണെങ്കിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റി, ജെൻഡർ ആണെങ്കിൽ ജെൻഡർ, നെയിം ഓഫ് പാരൻസ് ആണെങ്കിൽ അത് ഏതാണോ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ കൃത്യമായി പൂരിപ്പിക്കുക. എല്ലാം പൂരിപ്പിക്കണം നിർബന്ധമില്ല, ഏതാണോ കറക്റ്റ് ചെയ്യേണ്ടത് അത് മാത്രം പൂരിപ്പിച്ചാൽ മതി. ഇനി നമ്മൾ ആ പൂരിപ്പിച്ചതിനകത്ത് എന്ത് കറക്ഷനാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ഒന്നെങ്കിൽ SSLC ബുക്കിലെ കൂട്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റിനനുസരിച്ച് അതിനകത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണോ അത് അവിടെ ടൈപ്പ് ചെയ്യുക.
അതിനുവേണ്ടി നിങ്ങൾക്ക് SSLC ബുക്ക് ഉപയോഗിക്കാം, ആധാർ കാർഡ് ഉപയോഗിക്കാം, ID കാർഡ് ഉപയോഗിക്കാം, ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. എന്തായാലും അതിൻ്റെ എന്താണോ കറക്ഷൻ വരുത്തേണ്ടത് അത് അവിടെ പൂരിപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ റീമാക്സ് ഒന്നും എഴുതണം നിർബന്ധമൊന്നുമില്ല. ഇനി രണ്ടാമത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി ഡേറ്റ് ഓഫ് ബർത്താണ് തിരുത്തേണ്ടതെങ്കിൽ അതെങ്ങനെയാണെന്ന് ശരിയായിട്ട് ഉള്ളത് ഇവിടെ റീമാക്സ്. കമ്മ്യൂണിറ്റി നിലവിൽ നമ്മൾ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് എന്താണോ അത്, അതിനുശേഷം തിരുത്താനുള്ള കറക്റ്റ് ആയത് എന്താണോ അത്. ജെൻഡർ അത് നിലവിലുള്ള ഡേറ്റ, എക്സിസ്റ്റിംഗ് ഡേറ്റയാണ് കൊടുക്കേണ്ടത്. അത് കറക്ഷൻ വരുത്താനുള്ള എന്ത് കറക്ഷനാണ് വരുത്തണം അതിൻ്റെ റിമാർക്സ്. നെയിം ഓഫ് പാരൻസിൻ്റെ പേര് നിലവിൽ കൊടുത്തിരിക്കുന്നത് എന്താണോ കറക്റ്റായിട്ടുള്ളത് എന്താണോ അതിവിടെ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഏത് ഡീറ്റെയിൽസ് ആണോ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് എഴുതി പൂരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. 10ഓളം ഐറ്റംസ് ഇവിടെ ഉണ്ട്. എന്നിട്ട് താഴെ സിഗ്നേച്ചർ, നെയിം, അഡ്രസ് ഓഫ് കാൻഡിഡേറ്റ്, പ്ലേസ്, ഡേറ്റ്, ഇത്രയാണ് പൂരിപ്പിക്കേണ്ടത്. ഇത്രയും പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ, അതായത് നിങ്ങൾ എന്താണോ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പ്രൂവ് ചെയ്യുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്, നിങ്ങൾ ആ ഡോക്യുമെൻറ്റും അതിൻ്റെ കോപ്പിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ADRBയിൽ നേരെ ADRB ചെല്ലുക, അവിടെ ഫോം കൊടുക്കുക, അത് കൃത്യമായിട്ട് കറക്റ്റ് വരുത്തുക. ഈ ഒരു രീതിയാണ് ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ദേവജാലികയിൽ നമ്മുടെ ഡീറ്റെയിൽസ് തിരുത്താനുള്ള ഒരു രീതി. ഇനി രണ്ടാമത് നോക്കൂ. നിങ്ങളൊരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വാച്ചർക്കം കഴകം പാർട്ട് ടൈം തലേ അതാണല്ലോ വരാനുള്ളത്. നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോർട്ട് ലിസ്റ്റും വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുക, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മുടെ പ്രൊഫൈലിലുള്ള നമ്മൾ എൻ്റർ ചെയ്ത ഒന്ന് മിസ്റ്റേക്കാണ്. ഒന്നുകിൽ സ്പെല്ലിംഗ് ആയിരിക്കാം, സ്പേസ് ആകാം, എന്തും ആയിക്കോട്ടെ, മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ പ്രൊഫൈലിൽ കൊടുത്ത ഡീറ്റെയിൽസ് നമ്മൾ കൊണ്ടു ചെല്ലുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് തമ്മിൽ നോക്കുന്ന സമയത്ത് രണ്ടും മാച്ച് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും തിരുത്തേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 1 and same എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളത് 1 and same സർട്ടിഫിക്കറ്റ് എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിലുള്ള ആ കാര്യവും ദേവജാലികയിൽ നമ്മുടെ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്ന കാര്യവും ഒരാളെക്കുറിച്ച് തന്നെയാണ്, രണ്ടുപേരും ഒരാൾ തന്നെയാണ്. അതാണ് 1 and same എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കണം. 1 and same സർട്ടിഫിക്കറ്റിന് നിങ്ങളത് ഒന്നെങ്കിൽ നിങ്ങൾ അക്ഷയ പോയി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിന് മുന്നിൽ ഈ ഒരു ഫോം കൊടുക്കാൻ ചെല്ലുന്ന ആൾക്കാരെ സഹായിക്കാനായിട്ട് 10 20 രൂപയൊക്കെ 30 രൂപയൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്ന അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾ പറഞ്ഞു തരും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണത് വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ 1 and same സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ 1 and same സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. ഈ രണ്ട് അതായത് പ്രൊഫൈലുള്ളതും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിലുള്ള കാര്യം ഒരാളെക്കുറിച്ച് തന്നെയാണെന്ന് തെളിയിക്കുന്ന 1 and same സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആവശ്യം തരും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഫൈൽ ഉള്ള ഡീറ്റെയിൽസ് തിരുത്തുന്ന രീതികൾ. ആദ്യത്തെ എന്തായിരുന്നു, കറക്ഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് അതിനെ പ്രൂവ് ചെയ്യുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുമായി KDRB നേരിട്ട് പോവുക, അവിടെ കറക്റ്റ് ചെയ്യാം. രണ്ടാമത് എന്താണ്, ഈ ആദ്യത്തെ ഘട്ടം ആദ്യം പറഞ്ഞത് എന്തിനു വേണ്ടിയാ, ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള തിരുത്താൻ വേണ്ടിയാണ്. എന്നാൽ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാണ് നിങ്ങളുടെ ആ മിസ്റ്റേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നതെങ്കിൽ വെരിഫിക്കേഷന് പണി കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം,
വില്ലേജ് ഓഫീസിൽ പോന്ന് 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അങ്ങനെ 2 രീതിയിലാണ് ഈ ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാൻ കഴിയുക. ഇനി നമ്മൾ 2-3 മാസമായി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലെ ചില സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഈ വീഡിയോയിൽ നമ്മൾ പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം EWSൻ്റെ ഒരു ഫോർമാറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലർക്കും ഒരു സംശയമാണ്, EWS അല്ലാതെയുള്ള ആനുകൂല്യങ്ങൾ, അതായത് റിസർവേഷൻ ഉള്ള ആൾക്കാരുണ്ടാവല്ലോ, വിശ്വകർമ്മ, ഈഴവ, OBC അങ്ങനെയുള്ള, അവർക്ക് മെയിനായിട്ടും വേണ്ടത് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതിനൊരു KDRBയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. നിലവിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലില്ല. അതിന് നമ്മൾ സാധാരണ വില്ലേജ് ഓഫീസിൽ ചെന്ന് വാങ്ങിക്കുന്ന നോർമലായിട്ടുള്ള, അല്ലെങ്കിൽ തഹസീൽദാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന നോർമലായിട്ടുള്ള ഒരു ഫോർമാറ്റിലുള്ള നോൺ ക്രീമിലെയർ മതി. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റിൻ്റെ ആവശ്യമൊന്നും KDRBയിലില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ തഹസീൽദാർ എന്ന് പറഞ്ഞത് അത് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുന്നത്. അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തഹസീൽദാർക്ക് പോകും, അത്രയേ ഉള്ളൂ. അതിനകത്ത് ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല, വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ നിലവിലുള്ള നമ്മൾ കാത്തിരിക്കുന്ന വാച്ചർക്കം കഴകം, പാർട്ട് ടൈം തളി രണ്ടും സെയിം തന്നെയാണ്, പാർട്ട് ടൈം തന്നെയാണ്. അതിന് ഫിസിക്കലുണ്ടോ? ആക്ച്വലി ഇതുവരെ, അതായത് സാധാരണ രീതിയിൽ ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് ഫിസിക്കൽ എന്ന് ചോദിച്ചത് ഫിസിക്കൽ ഫിറ്റ്നസ് വേണമെങ്കിൽ സാധാരണ രീതി ഇതുവരെ ഉള്ള ഒരു രീതി വെച്ച് KDRB അത് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന സമയത്ത് തന്നെ ആ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ടുണ്ടാകും ഇതിന് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണമെന്ന് കൃത്യമായിട്ടുണ്ടാവും. അത് ഫുൾ ടൈം വാച്ചറിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് അങ്ങനെ ഒരു സംഭവം ഇതുവരെ അത് നോട്ടിഫിക്കേഷന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഫോർമാറ്റും നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കഴകം വാച്ചർ പാർട്ട് ടൈം തളി പോസ്റ്റിൽ വേണ്ട, ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ, അതായത് വാച്ചർക്കം കഴകത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പാർട്ട് ടൈം തളിയുടെ കാര്യത്തിൽ എക്സ്പീരിയൻസ് വേണോ എന്നൊരു ചോദ്യം. സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ടുണ്ടാകും എക്സ്പീരിയൻസ് വേണമെങ്കിൽ. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എക്സ്പീരിയൻസ് കൃത്യമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അത്രയും സംശയങ്ങൾ മാറിയല്ലോ. മറ്റൊരു സംശയം എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതാണ്, വെരിഫിക്കേഷൻ ഡേറ്റ് എന്ന് വരും. നമുക്കറിയാം, നമ്മൾ ഫെബ്രുവരി 4-ാം തീയതിയാണ് ഈ എക്സാം കഴിഞ്ഞത്. അതുമുതൽ നമ്മുടെ ഗ്രൂപ്പ് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ഘട്ടത്തിലും നമ്മൾ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇതുവരെ ഈ ലിസ്റ്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിരന്തരമായി ദേവസ്വം ബോർഡിലും KDRBയിലും നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്, നിലവിൽ ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ വന്ന പല ലിസ്റ്റുകളും വളരെ ചെറിയ ലിസ്റ്റായിരുന്നു, 1-2 വേക്കൻസി. അതിന് വലിയൊരു സ്റ്റാഫിൻ്റെ ആവശ്യമില്ല, വലിയൊരു പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മുടെ മെയിൽ ലിസ്റ്റിൽ 2 ലിസ്റ്റാണ് വരാൻ പോകുന്നത്. മെയിൽ ലിസ്റ്റിന് 1200 പേരാണ്. അതുകൂടാതെ സപ്ലി ലിസ്റ്റിന് കൂടെ കൂട്ടുമ്പോൾ 1500ഓളം പേരുണ്ട്. അപ്പോൾ ഇത്രയും പേരെയും വെരിഫിക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലുള്ള അനിശ്ചിതത്വം പ്രധാനമായിട്ടും ഓഫീസ് സ്റ്റാഫിൻ്റെ ഒരു ഷോർട്ടേജ് കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ മാസം അതിൻ്റെ ഒരു ധാരണ നമുക്കുണ്ടാകും. എന്നായിരിക്കും എൻ്റെ ഒരു വെരിഫിക്കേഷൻ എന്നൊരു ധാരണ ഈ മാസം തന്നെ ഉണ്ടാവും. സാധാരണ രീതിയിൽ, നോർമലായ രീതിയിൽ വെരിഫിക്കേഷൻ നടക്കുന്നതിന് 14 ദിവസം മുന്നെയാണ് അവർ മെമ്മോ അയക്കുക. നമുക്ക് മെസ്സേജ് ഉണ്ടാവും, ആ സൈറ്റിൽ അതിനകത്തുണ്ടാവും. ആ സൈറ്റിൽ കൃത്യമായൊരു അറിയിപ്പുണ്ടാവും. അപ്പോൾ 14 ദിവസം കൊണ്ട് നമുക്ക്
നമുക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് എന്താണ് വളരെ സിമ്പിളായിട്ട് എടുക്കാം. അതിന് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി കാര്യമായിട്ട്, സാർ ഞങ്ങൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് വാങ്ങിക്കുന്നത്, അപ്പോൾ ഞങ്ങളെ സാർ ഒന്ന് പെട്ടെന്ന് അപ്രൂവൽ ചെയ്യണമെന്ന് ഇത് പറഞ്ഞാൽ അവർ ചെയ്തു തരും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ മാസത്തോടെ വെരിഫിക്കേഷൻ ഡേറ്റ് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. പിന്നെ നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്, നമ്മുടെ ആശങ്കകളൊക്കെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ എന്താണ് മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, കറക്ഷൻ പ്രൊഫൈൽ കറക്റ്റ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു.